ബിജുകുമാർ, അലൻ അതിലെ രാധാകൃഷ്ണൻ സാറുണ്ടോ? അവിടെ ഞാൻ ആദ്യം അത് പറയാം. അവിടെ ആ മ്യൂസിക്കിനകത്ത് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോഴാണ് മ്യൂസിക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ കുറച്ച് താമസിച്ചു പോകുന്നുണ്ട്. അത് നോക്കിയേക്കു കേട്ടോ, ഓർത്ത് വയ്ക്കൂ. പിന്നെ അവതരണ ഗാനത്തിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പറയാൻ പോകുന്നത് നാളത്തെ കാര്യമാണ്. നാളെ എന്താ പരിപാടി? എന്തിന്റെ ഗാർഡൻ തിയേറ്റർ അങ്ങനെ പറയുന്നത്? കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരാണ്? നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൾക്കാര് ആരാണെന്ന് പറയോ? എന്ന് പറയൂ. ഞങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ അപ്പൊ നാളെ അതിന്റെ ഉദ്ഘാടനമാണ്. ഇവിടെ അത്യാവശ്യം പറയുന്നൊരു കാര്യമുണ്ട്, നിശബ്ദത പാലിക്കുക എന്നുള്ളത് കേട്ടോ. അതായത് നമ്മളിപ്പോ 7 ദിവസത്തെ നാടകത്തിന്റെ ക്യാമ്പ് കഴിഞ്ഞില്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണെന്നുള്ളത് സങ്കടത്തോടുകൂടിയാണോ പറയുന്നത്? ഹാപ്പിയാണ്. അപ്പൊ ഇവിടുന്ന് പഠിച്ച് നമ്മൾ എങ്ങും പോവുകയല്ല. ചെറിയ നമ്മുടെ നാടകം ചെയ്യാൻ പോവാം. ഈ നാടകം നിങ്ങളുടെയൊക്കെ സൗകര്യം അനുസരിച്ചാണ് നാടകം ചെയ്യുന്നത്. അതൊരു 1.5 മണിക്കൂറുള്ള നാടകമാണ്. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ നാടകം ചിലപ്പോൾ ആരെങ്കിലും പറയും നമുക്കൊന്ന് എവിടെയെങ്കിലും തിരുവനന്തപുരത്ത് കളിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കളിക്കും. അപ്പോ നിശബ്ദത പാലിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ കുട്ടികളൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണെന്ന് പറയില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് നിശബ്ദത ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പൊ നാളെ നമ്മൾ നിശബ്ദരായിരിക്കും. ശരിയല്ലേ? യെസ്, താങ്ക് യു. അപ്പൊ അതാണ് ഒരു കാര്യം. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ തുടങ്ങുന്നത് നാളെ നമുക്ക് 4 മണിക്ക് എല്ലാവരും വരണം. 4 മണിക്ക് വരുമ്പോൾ പെൺകുട്ടികളിലും എല്ലാവരും ഈ പറയുന്ന അവതരണ ഗാനത്തിന്റെ ഡ്രസ് ഇട്ട് വന്നാൽ മതി. ശരിയല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അവതരണഗാനം കഴിഞ്ഞാൽ ആൺകുട്ടികൾ ഒരു കാരണവശാൽ ഇവിടേക്ക് ആൾക്കാർ ഇരിപ്പുണ്ടാവും. മൊത്തം നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ശബ്ദം ഉണ്ടാക്കാതെ പോയിരിക്കണം കേട്ടോ. പിന്നെ വീണ്ടും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഡ്രസ് മാറുന്നത്. ശരിയല്ലേ? ഡ്രസ് മാറിയിട്ട് എന്താ ചെയ്യാ? ഡ്രസ് മാറിയിട്ട് നാടകത്തിന് വേണ്ടിയിട്ട് പോയി പ്രിപ്പയർ ചെയ്തിരിക്കണം. പക്ഷെ ഇങ്ങനെ ഓടിപ്പോകരുത്. ആരും അറിയാതെ ഇങ്ങനെ ഒഴുകി പതുക്കെ ആരും കാണാത്ത രീതിയിൽ പേടിച്ചിരിക്കണം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് ഓക്കെയാണ്. പിന്നെ 4 മണിക്ക് നമുക്ക് ഈ വിളക്കൊക്കെ ഒന്ന് കത്തി വന്ന് വെറുതെ പ്രാക്ടീസ് നോക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോൾ നമ്മൾ തട്ടിക്കയറും. ഇത്രയുമാണ് ഈ തൽക്കാലം എനിക്ക് പറയണം. ബാക്കിയൊക്കെ നമുക്ക് നാളെ തീർത്തിട്ട് പറയാം. ഞാൻ ബാക്കി ഇവർ സംസാരിക്കും. നിങ്ങളുടെ ഓക്കെ, അപ്പൊ ആയിക്കോട്ടെ. ശരി, ഇനി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടോന്നാണ് ഞാൻ നോക്കുന്നത്. ലാസ്റ്റ് നമ്മൾ അന്ന് നാടകം കളിച്ചില്ലായിരുന്നു. എന്നായിരുന്നു നമ്മള് നാടകം കളിച്ചത് ഇവിടെ? 14-ാമത്തെ ദിവസം. 14-ാം തീയതി. അതെ, 14-ാം തീയതി. അപ്പൊ 14-ാം തീയതി നിങ്ങൾ നാടകം കളിച്ച സമയത്ത് നിങ്ങൾ അവിടെ റിഹേഴ്സൽ കുറച്ച് ദിവസം ചെയ്തിരുന്നു. എന്നിട്ട് വന്ന് വളരെ ഉഷാറായിട്ട് എല്ലാവരും ഇവിടെ നാടകം കളിച്ചു. അടിപൊളിയല്ലായിരുന്നോ? എല്ലാവർക്കും ഹാപ്പി അല്ലായിരുന്നോ? അതേപോലെ നാളത്തെ പരിപാടിക്കുള്ള റിഹേഴ്സലാണ് നമ്മൾ ഇത്രയും ദിവസം ഇപ്പം നടത്തിക്കൊണ്ടിരുന്നത്. ഫൈനൽ നാളെയാണ്. ഓക്കെ, ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി നടക്കേണ്ട ദിവസം. അപ്പൊ നിങ്ങളാണ് ഇവിടെ നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായി ഈ ഇത്രയും ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് അവതരിപ്പിക്കുന്ന പരിപാടി നിങ്ങളുടെയാണ്. ഫസ്റ്റ് പരിപാടി. അപ്പൊ ആ പരിപാടി നല്ല അടിപൊളിയാവണ്ടേ? അപ്പൊ ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്. അതിൽ നിങ്ങളെല്ലാവരും റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം ഇതുവരെ ഇത്രയും ദിവസത്തെ നമ്മുടെ പ്രാക്ടീസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതൊന്നും
തെറ്റുകളൊന്നും വരുത്താതെ കറക്റ്റായിട്ട് ചെയ്യണം നാളത്തെ പരിപാടി. എല്ലാം നിങ്ങൾ ചെയ്യുന്നതെല്ലാം അടിപൊളിയാണ്, പക്ഷെ നാളെ ഇതിലും സൂപ്പറാക്കണം. അത് വെച്ചിട്ടായിരിക്കും ഇവിടുത്തെ ആളുകൾക്കെല്ലാം അത് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പരിപാടി പ്രോഗ്രാം. ആളുകൾ മാത്രമല്ല, ഈ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ലോകം മൊത്തം അറിയപ്പെടുന്ന ആൾക്കാരാണ് നമ്മളിവിടെ വന്നിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അവരൊക്കെ വന്ന് എല്ലാവരും കൈതരണം. നിങ്ങളെ എല്ലാവരും വിളിച്ച് അവര് ഇങ്ങനെ കേട്ടോ. ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ റോള് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആൺകുട്ടികൾക്ക് ഒരു നാടകം ഞാനിപ്പോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. സമ്മതിച്ചോ? അത് നമ്മൾ തകർക്കും കേട്ടോ. ഇങ്ങനെ വെല്ലുന്ന ഒരു നാടകം നമ്മൾ ചെയ്യും. ഓക്കെ. ഈ പ്ലേയുടെ പേര് നിങ്ങൾ ബാലിക വസന്ത. പക്ഷെ ആ നാടകത്തിലും ആൺകുട്ടികളുണ്ട് കേട്ടോ. ബാലിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിഷയം ബാലികയുടെ ആണെങ്കിലും ഈ പറയുന്ന ആൺകുട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. ആൺകുട്ടികൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ 35 പേരെ വെച്ചാണ് നാടകം ചെയ്യാൻ പോകുന്നത്. അതൊരു എത്ര പേര് വേണം ആൺകുട്ടികൾ? നീ പറയണ്ട. അങ്ങനെ എത്ര വേണമെന്ന് പറ. എത്രയും വേണം? ഓ ആയിക്കോട്ടെ, എന്നോട് പറയണം കേട്ടോ. എത്ര വേണം നമുക്ക് ചെയ്യാം. നമ്മളെല്ലാവരെയും ചേർത്താണ് നാടകം കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ഈ ഒരാഴ്ച നമ്മൾ ക്യാമ്പ് നടത്തിയത്. ഞാൻ എഴുതാൻ പോകുന്ന നാടകത്തിന്റെ അതിലാരൊക്കെ എത്ര പേര് വേണമെന്ന് ആലോചിക്കാനും ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം സൂപ്പർ ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ തകർക്കാം. ഈ ഫിലിമിന്റെ ഒക്കെ ടീസറൊക്കെ നിങ്ങൾ കാണത്തില്ലേ? ടീസർ, ട്രെയിലർ, അതുപോലെ തന്നെ നമ്മുടെ പ്ലേയുടെ, നമ്മുടെ നാടകത്തിന്റെ ചെറിയൊരു ടീസർ പോലെയാണ് നമ്മൾ നാളെ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് തകർക്കാം. നാളെ എന്തായാലും ഞാൻ പറയേണ്ടി വരുത്തില്ലെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വളരെ സൈലന്റ് ആയിരിക്കും മീറ്റിംഗിന്റെ സമയത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മീറ്റിംഗ് നടക്കുവാണ്. നിങ്ങൾ സൗണ്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സൗണ്ട് വരും. അത് മോശമായിരിക്കും നമുക്ക്, അല്ലേ? നമുക്ക് താലമൊക്കെ എവിടെയാണ് കൊണ്ടുവെക്കേണ്ടതെന്ന് അറിയാമല്ലോ കറക്റ്റായിട്ട്. ആ കറക്റ്റ് ആ സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുവെക്കുക. അവിടെ നിന്നായിരിക്കും താലം കത്തിച്ച് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഇന്ന് താലം നിങ്ങൾ എവിടുന്ന വൈകിട്ട് വാങ്ങിയത് അവിടെ തന്നെ കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്യുക എല്ലാവരും. ന്യൂസ് പേപ്പർ വിരിച്ചേക്കണം. അതിന്റെ മുകളിൽ ന്യൂസ് പേപ്പറിന്റെ മുകളിൽ കൊണ്ടവിടെ വെക്കണം. ഓക്കെ, അപ്പൊ ശരി. എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെ ഇത്രയും ദിവസത്തെ പരിപാടി കഴിഞ്ഞല്ലേ നമ്മളിവിടെ. ചോദ്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയണ്ട. അപ്പൊ എന്താണ് അതിന്റെ അഭിപ്രായങ്ങള് നിങ്ങളെ കുറിച്ചുള്ള? ഞാൻ ആദ്യം ഒരു ദിവസം ചോദിച്ചിരുന്നു ഇത് നിങ്ങൾ എവിടാ വരുന്നതെന്ന്. അന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അല്ലേ? കുറച്ചുപേര് പറഞ്ഞ് ഏത് മുക്കാം, ഏത് മുക്കിലേക്ക് നമ്മൾ വരുന്നത്? തോട്ടത്തിൽ മുക്കാം, പിന്നെ ഏതാ മുക്കത്തൊരു ബുക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? കുറെ മുക്കിന്റെ പേര് എന്നോടൊന്നും പറഞ്ഞിരുന്നു. ഇപ്പൊ അറിയത്തില്ലേ നിങ്ങളിപ്പോ എവിടോട്ടാ വരുന്നതെന്ന്? ഇപ്പൊ എവിടത്തേക്കാ നിങ്ങൾ വരുന്നത്? ഓക്കെ, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ പറയാം. നിങ്ങൾ വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഒരു ക്യാമ്പിലൊക്കെ പങ്കെടുത്തിരുന്നു, ഇന്നടുത്തായിരുന്നു, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അവിടെ പറഞ്ഞിട്ട് ഞായറാഴ്ചകളിലേക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി ഇങ്ങനെ പരിചയപ്പെടൂ, കളിക്കൂ, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അത് നമുക്ക് പിന്നെ ഇത് നാളത്തെ കഴിഞ്ഞ് ആലോചിക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. പറയൂ. ഒന്നുമില്ല പറയാനായിട്ട്. നാളെ പറയാം. ആരോട് പറയാം? എന്തായാലും ഇപ്പൊ പറ. പ്രിയ ഒന്നും പറയാനില്ലേ? അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അത് ശരി, ഇപ്പൊ നീ ഉണ്ടായിരിക്കണോ? അർപ്പിത നമ്മുടെ സീനിയർ ടീമിന് പറയാൻ കേട്ടോ, സംസാരിക്കാം. അതെ, വാർത്ത നമുക്ക് നാളെ കഴിയുമ്പോൾ സംസാരിക്കാൻ സമയം കിട്ടണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഒന്നും ആരൊന്നും അതിൽ അല്ല കാത്തു വന്നോ?
വേറെ ഒരു സാറുണ്ടല്ലോ, സജി സാർ, സജിമാഷ്, താടിയൊക്കെ ഉള്ളവരാ. അപ്പൊ ഇന്നലെ സ്റ്റുഡിയോയിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാനായിട്ട്? റെക്കോർഡിങ്ങിന് പോയി. അടിപൊളി. അങ്ങനെ നമുക്ക് എല്ലാരെയും കൊണ്ടുപോകണമായിരിക്കും അല്ലേ? എല്ലാരെയും കൊണ്ടുപോകും. ഓക്കെ. അതുൽ പറയട്ടോ. 4 ദിവസത്തെ ഒരു പഠന ക്യാമ്പ്, ഒരു നാടക കലാരീതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പല ഏജിലുള്ള ആൾക്കാരാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ നിങ്ങൾക്കാണെന്നറിയാം, ഞാൻ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചതൊന്നല്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല അന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്.